സാർ നമസ്കാരം. നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം CBI അന്വേഷണത്തിന് വിടുന്നു എന്നുള്ള ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇവിടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണകാലം. ഇതിനെ UDF കേന്ദ്രങ്ങളിൽ നിന്ന് വിശേഷിപ്പിച്ചത് ഏതാണ്ട് ഇരുണ്ട കാലഘട്ടത്തിലേക്ക് കേരളത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു അരാഷ്ട്രീയമായ ഭരണമായിരുന്നു, അരാജകത്വം നിറഞ്ഞ ഭരണമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ക്രമസമാധാനം അങ്ങേയറ്റം തകർന്നടിഞ്ഞ ഭരണമായിരുന്നു പിണറായി വിജയന്റെ കീഴിൽ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിരിക്കുന്നു. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നു എന്ന് പറയുന്നത് ഈ നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുവാൻ വേണ്ടി ഉപയോഗിച്ച കോൺസുലേറ്റ് ജീവനക്കാരി അവരെയാണ് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥയെ കരുവാക്കിക്കൊണ്ടാണ് ഇത്തരം ചില ഓപ്പറേഷൻസ് നടത്തിയത് എന്നാണ് പറയുന്നത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും കേരളത്തിൽ പൊതുപരിപാടികളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ ഒരു വിഷയത്തിൽ, അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ ഏതാണ്ട് 1.5 വർഷക്കാലത്തോളം ജയിലിലുമായിരുന്നു. അക്കാലത്ത് സ്വപ്ന സുരേഷ് ജയിൽ മോചിതയായി പുറത്തു വന്നപ്പോൾ, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിനെയും ജയിലിലടക്കുകയുണ്ടായി. പിന്നീട് അവർ ജയിൽ മോചിതയായി പുറത്തു വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന പല വിധത്തിലുള്ള സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട മറ്റു സർക്കാരിൻ്റെ അഴിമതികളുമായി ബന്ധപ്പെട്ട് ഒത്തിരി വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നത്. അവരത് വെറുതെ പറയുക അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ട് പറയുകയല്ല ചെയ്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബവുമായി തനിക്കുണ്ടായിരുന്ന അടുപ്പം, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ അടുക്കളയിൽ വരെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം തനിക്ക് അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് പല തരത്തിലുള്ള ഇടപാടുകളിലൂടെ നേടിയെടുത്ത ഒരു സൗഹൃദവും സ്വാതന്ത്ര്യവും തന്നെയായിരുന്നു. അങ്ങനെ പ്രൈസ് വാട്ടർ കൂപ്പർ, അതുപോലെ തന്നെ KFON, സ്വർണ്ണക്കള്ളക്കടത്ത്, സ്പ്രിംഗ്ലർ, ഇത്തരം നിരവധി AI ക്യാമറ വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അഴിമതികൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബവും പിണറായി വിജയന് നേരിട്ട് പങ്കുണ്ട്, ബന്ധമുണ്ട് എന്ന് സ്വപ്ന സുരേഷ് ഉന്നയിച്ചപ്പോൾ ഈ സ്വപ്ന സുരേഷിനെതിരെ ഒരു പരാതിയും കൊടുക്കാൻ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ കുടുംബം തയ്യാറായില്ല എന്നുള്ളതാണ്. പേരിന് ഒരു പരാതി കൊടുത്തത് MV ഗോവിന്ദന് വേണ്ടി തളിപ്പറമ്പിലെ ഒരു കോടതിയിൽ ഒരു DYFI പ്രവർത്തകൻ കൊടുത്ത ഒരു മാനനഷ്ട കേസാണ്. ആ മാനനഷ്ട കേസിനും സ്വപ്ന സുരേഷ് പറഞ്ഞത്, ഞാൻ ഈ ഗോവിന്ദൻ ആവശ്യപ്പെട്ട 2 കോടി രൂപ കൊടുക്കാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല, മാനനഷ്ട കേസുമായി അവർ മുന്നോട്ട് പോകട്ടെ, സ്വപ്ന സുരേഷ് അതിന് വീണ്ടും അമ്മയുടെ വയറ്റിൽ ജനിച്ചു വരണം, എന്നാലേ ഈ മാനനഷ്ട കേസ് പറഞ്ഞിരിക്കുന്ന പരിഹാരം ഞാൻ കൊടുക്കാൻ തയ്യാറുള്ളൂ, അവർ കോടതിയിൽ പോട്ടെ, ഞാൻ കോടതിയിൽ വരാം എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. MV ഗോവിന്ദൻ പിന്നീട് ആ കേസുമായി മുന്നോട്ട് പോകുന്നത് കണ്ടില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധ ജനങ്ങൾക്ക് അടക്കം സ്വപ്ന സുരേഷ് ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് താൻ എന്നൊക്കെ ക്ലിഫ് ഹൗസിൽ പോയിരുന്നു, ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഷാർജ സുൽത്താൻ അടക്കമുള്ള ആളുകളുടെ ഔദ്യോഗിക പരിപാടി വഴിതിരിച്ചു വിട്ട് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവന്നതും മകൾക്കും മകനും ഷാർജയിൽ ബിസിനസ് തുടങ്ങാൻ വേണ്ടി സുൽത്താനെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വപ്ന സുരേഷ് വ്യക്തമാക്കുകയുണ്ടായി. ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ പിണറായി വിജയൻ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും നിയമപരമായി അനക്കിയില്ല, ഒരു കേസ് പോലും എടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൽ വലിയ ദുരൂഹതകളുണ്ട്. മാറിയ സാഹചര്യത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയായ സമയത്ത് ഇപ്പോൾ നിരവധി കേസുകളിൽ തുടരന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് ഉന്നയിച്ച അതീവ ഗുരുതരമായ വിഷയങ്ങളിൽ ശ്രദ്ധ വേണ്ടതല്ലേ? ഫെമ നിയമ ലംഘനം പ്രകാരം ലൈഫ് മിഷൻ കോഴ വരെ റെഡ് ക്രസൻറ്റ് എന്ന സംഘടനയിൽ നിന്ന് ലൈഫ് മിഷനിലേക്ക് കോടിക്കണക്കിന് രൂപ ഒഴുകി എന്ന് ഒക്കെ പറയുമ്പോൾ അത് രാജ്യദ്രോഹപരമായ കുറ്റം കൂടിയായി മാറുന്നു. ഇതിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ളൊരു നിയമപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതല്ലേ? അത് നമുക്ക് പ്രതീക്ഷിക്കാമോ? അതായത് റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് വന്ന പണം, അതായത് അബുദാബി UAE നിന്ന് വന്ന ഫണ്ട്, ആ ഫണ്ട് ഇവിടെ ലൈഫ് മിഷനിലേക്കാണ് നേരിട്ട് വരേണ്ടിയിരുന്നത്. അത് കേരള ഗവൺമെൻറ്റിനെ ബാധിച്ച ഒരു പ്രശ്നം തന്നെയാണ്.
അത് കേരള ഗവൺമെൻറ്റിന് ഇടപെടാവുന്ന ഒരു സംഭവമാണ്. അതിൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിൻ്റെ വയലേഷനാണ്. അത് പിണറായി വിജയൻ അന്നത്തെ അതിൻ്റെ ചെയർമാനാണ്. വടക്കാഞ്ചേരി പ്രളയ ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് നിർമ്മിക്കാൻ വേണ്ടി ഫ്ലാറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 19 കോടി രൂപ UAE സന്നദ്ധ സംഘടന കൊടുത്തിട്ടുള്ള റെക്ടർസെൻ്റ് കൊടുത്തിട്ടുള്ളത്. യൂണിടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക്, സന്തോഷ് ഈപ്പൻ്റെ സ്ഥാപനത്തിലേക്കാണ് ഈ ഫണ്ട് പിണറായി വിജയൻ്റെ ഉത്തരവ് പ്രകാരം മാറ്റിയിട്ടുള്ളത്. അത് തീർച്ചയായും കേരള ഗവൺമെൻറ്റിനെ ബാധിക്കപ്പെട്ട പ്രശ്നമാണ്. എന്നാൽ തിരുവനന്തപുരത്തുള്ള കസ്റ്റംസിൻ്റെ കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചുള്ള കാര്യമായതിനാൽ അത് തീർച്ചയായും പിണറായി വിജയന് പകരം വന്ന PD സതീഷിനെ ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നീക്കാവുന്നതാണ്. CBI അന്വേഷണത്തിനും ഉത്തരവിടാവുന്നതാണ്. കാരണം അത് ഗൗരവമായ ഒരു കേസ് തന്നെയാണ്. അതിന് ഇൻ്റർനാഷണൽ ക്ലാരിഫിക്കേഷനുള്ള കേസായതിനാൽ കേരള ഗവൺമെൻറ് അന്വേഷിക്കാൻ പറ്റില്ല. അത് CBIക്ക് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അത് ഇവിടെ കസ്റ്റംസ് ആണ് അന്വേഷിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വാധീന പ്രകാരം അത് അട്ടിമറിഞ്ഞ് കിടക്കുകയാണ്. കൃത്യമായിട്ട് നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണം ഇല്ലീഗലായിട്ട് വന്നതാണെന്നും അത് അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതും കൃത്യം രാജ്യദ്രോഹ കുറ്റമാണെന്നുള്ളതും കണ്ടെത്തിയിട്ടുള്ളതാണ്. ശരിക്കും NIA അന്വേഷിച്ച് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ട കേസാണ്. നേരത്തെ നരേന്ദ്രമോദിയും അതേപോലെ അമിത്ഷായും ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഇതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് എത്രയും കാലം തൊടാതിരുന്നത് എന്ന് വെച്ചാൽ പിണറായി വിജയനും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള ധാരണ പ്രകാരം തന്നെയാണ്. ഇപ്പോൾ പിണറായി വിജയനെ കൈവിട്ട സ്ഥിതിക്ക്, അതായത് ഇലക്ഷനിൽ തോറ്റ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പിണറായി വിജയന് യാതൊരു തരത്തിലും കേരളത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് ഈ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് BJPക്ക് ഇനി ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് സാധ്യതയില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ അതാണ് സാർ ഉദ്ദേശിച്ചത്. ആ സാധ്യത ഇനി ഇല്ല. പകരം പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ CPM നിന്ന് ധാരാളം ആളുകൾ BJPയിലേക്ക് ഒഴുകിയെത്തും. ആ സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇനി പയറ്റാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ വിജയനെതിരെയുള്ള കേസ് SFI അന്വേഷണം വളരെ വേഗത്തിലാക്കുകയും ആ അന്വേഷണത്തിൽ ഒരു തിരുവനന്തപുരത്ത് വിനാശകാലെ വിപരീത ബുദ്ധി എന്ന നിലയിൽ CPM പ്രവർത്തകരെ കൊണ്ട്, ഗുണ്ടകളെ കൊണ്ട് എൻഫോഴ്സ്മെൻറ്റിൻ്റെ വാഹനത്തെ ആക്രമിക്കുകയും അതിൽ വളരെ ശക്തമായ നിലപാടുമായി അവർ മുന്നോട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ മറ്റു കേസുകളും എടുക്കാൻ സാധ്യതയുള്ള ഇനി ഏറ്റവും നല്ലത് പിണറായി വിജയനും അതേ മകളും മകനും ഒക്കെ ഉൾപ്പെട്ട കേസുകൾ ഓരോന്നോരോന്നായി പൊക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ പൊക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് വീണ വിജയനെതിരെ നടന്ന റെയ്ഡ് കാര്യങ്ങൾ. ആ റെയ്ഡിൽ കിട്ടുന്ന വീണ വിജയനിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് മറ്റുള്ളവരിലേക്കും പോകും. മാത്രമല്ല ഡോളർ കടത്ത് കേസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡോളർ കടത്ത് എന്ന് പറയുന്നത് 100 കോടിയോളം രൂപ ഇവിടെ നിന്ന് നയതന്ത്ര ബാഗേജിലൂടെ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് കേസ്. അപ്പോൾ ഒറ്റ ട്രിപ്പിന് തന്നെ 10,000 കോടി രൂപ എന്നുള്ള രൂപയാണ് വരുന്നത്. ഒരു ഡോളർ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. 100 ഡോളർ എന്ന് പറയുമ്പോൾ 100 കോടി ഡോളർ എന്ന് പറയുമ്പോൾ 10,000 കോടി രൂപയാണ് കടത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള വലിയ അഴിമതി, വലിയ തട്ടിപ്പുകൾ, വലിയ ഫ്രോഡുകൾ, അന്താരാഷ്ട്ര ലെവലിലുള്ള തട്ടിപ്പുകളാണ് നടന്നത്. അന്താരാഷ്ട്ര ലെവലിലുള്ള മാഫിയ പ്രവർത്തനമാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ തന്നെ കൃത്യമായി പിണറായി വിജയന് കൃത്യമായി ഈ കേസുമായി മുന്നോട്ട് പോയി കുടുങ്ങും. അപ്പോൾ അത് ആദ്യം അവരെ ഒരു തീരുമാനം മകളെ പിടിക്കുക എന്നുള്ളതാണ്. മകളെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പിണറായി വിജയൻ വീഴും. ഓട്ടോമാറ്റിക്കും പിണറായി വിജയനെതിരെയുള്ള തെളിവുകൾ കൊണ്ടുവരും. സെക്കൻഡ്, മകനെ പിടിക്കുക എന്നുള്ളതാണ്. കാരണം മകനാണ് ഈ പണമെല്ലാം സൂക്ഷിച്ചു വെക്കുന്നത്. മൂന്നാം, പിണറായിലേക്ക് വരിക എന്നുള്ളതാണ് അവരെ ടാർഗറ്റ് ചെയ്തെന്നുള്ളതാണ് അവരെ നിന്നുള്ള ചില വൃത്തങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം. അപ്പം അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഈ പിണറായി വിജയനോ മകളോ ഒന്നും തന്നെ ഈ സ്വപ്ന സുരേഷിനെതിരെ ഒരു കേസ് പോലും ഫയൽ ചെയ്തിട്ടില്ലല്ലോ? സ്വപ്ന സുരേഷ് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിദേശത്ത് പിണറായി വിജയന് യാത്ര ചെയ്യുന്നത് തന്നെ അവിടെ പോയി കച്ചവട കാര്യങ്ങൾ ഉറപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ അനധികൃത സമ്പാദ്യങ്ങൾ പലതരങ്ങളിൽ നിക്ഷേപങ്ങൾ ഉറപ്പുവരുത്താനും സുരക്ഷിതമാക്കാനും വേണ്ടിയിട്ടാണെന്നുള്ളത് കൃത്യമായി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. കാരണം സ്വപ്ന സുരേഷിന് ഉപയോഗിച്ചിട്ടാണ് പല കാര്യങ്ങൾക്കും ഭാഷ അറിയാത്തതുകൊണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ശിവശങ്കറും പിണറായി വിജയനും അതേപോലെ സ്വപ്നയും അറിയുന്ന ധാരാളം രഹസ്യങ്ങൾ
അവരുടെ മുന്നിലുണ്ട്. സ്വപ്ന സുരേഷിനെ ഒറ്റയ്ക്ക് കുടുക്കി സ്വപ്ന സുരേഷാണ് ഇതിൽ തട്ടിപ്പുകാരി എന്നുള്ള വരുത്തിച്ച് പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അല്ല, അവരുടെ ഈ ചതിയുടെ ഭരണവ്യൂഹം എന്നുള്ള പുസ്തകത്തിൽ കുറേ കാര്യങ്ങൾ അവർ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. നടന്ന അഴിമതികളെക്കുറിച്ചും ആ അഴിമതിയുടെ പേരിൽ താൻ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതല്ല എങ്കിൽ ആ പുസ്തകം എഴുതിയപ്പോൾ തന്നെ അവർക്ക് കൃത്യമായിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാമായിരുന്നില്ലേ? അപ്പോൾ റിട്ടേൺ ആയൊരു പുസ്തകമല്ലേ? കൊടുക്കില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയൻ കൊടുങ്ങും, മകള് കൊടുങ്ങും, മകനും കൊടുങ്ങും. മാത്രമല്ല അവരെ ജയിലിലിട്ട് കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതും അത് ക്രൈമാണ് ആദ്യം പുറത്തു കൊണ്ടത്. അത് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ആണ് ഞാൻ അത് ഫേസ്ബുക്കിൽ കസ്റ്റംസിൽ നിന്ന് കിട്ടിയ വിവരപ്രകാരം ഞാൻ പബ്ലിഷ് ചെയ്തത്. പിന്നീട് ഹൈക്കോടതിയിൽ കൃത്യമായി കസ്റ്റംസ് കൊടുത്ത അഫിഡവിറ്റിൽ കൃത്യമായി പറയുന്നുണ്ട് അവരെ കൊല്ലാൻ വേണ്ടി ജയിലിൽ വെച്ച് ശ്രമിച്ചിരുന്നു, അവരെ നഗ്നയാക്കി ചവിട്ടി കൂട്ടിയിരുന്നു, എല്ലാ തരത്തിലും കൊല്ലാൻ വേണ്ടിയിട്ട് ഹറാസ് ചെയ്തിരുന്നു എന്നുള്ള കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ആ വാർത്ത പുറത്ത് വിട്ടത് കൊണ്ട് മാത്രമാണ് സ്വപ്ന സുരേഷിനെ തൊടാതിരുന്നത്. കാരണം തൊട്ടാൽ പിണറായി വിജയനാവും തലയിൽ വീഴുക, അതിൻ്റെ ഉത്തരവാദിത്തം എന്ന് വന്നതോടുകൂടിയിട്ടാണ് പിണറായി വിജയൻ അതിൻ്റെ അകത്ത് പിന്മാറേണ്ടി വന്നിട്ടുള്ളത്. അപ്പം ഉറപ്പായിട്ട് ഒരു കാര്യം പറയാം, കേന്ദ്ര ഗവൺമെൻറ് ഇതേപോലെ ഇനിയിപ്പം പിണറായി വിജയൻ ആവശ്യമില്ല എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJP-യിലേക്ക് ആളുകൾ വരണമെങ്കിൽ പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ ഘട്ടമായിട്ട് മകൻ മുതൽ അതേപോലെ മറ്റു നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അവസാനം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള തന്ത്രമാണ് അവരുപയോഗിക്കുന്നത്. ആദ്യം പിണറായി വിജയൻ വരുമ്പോഴാണ് ചില കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവരെ ഗുണ്ടാ മാഫിയ പ്രവർത്തിക്കുക. അപ്പം മകളാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ അത് വലിയ അബദ്ധം പറ്റിയിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്. കാരണം അവർക്ക് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. ഇനി അടുത്ത തവണ മകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ഉണ്ടാവാൻ പറ്റില്ല. കാരണം ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്ത പോലെ ഉള്ളൊരു സംഭവം മാത്രമായി മാറും അത്. പക്ഷേ അതാണ് പിന്നീട് വരാൻ പോകുന്ന തെളിവുകളുടെ കൂമ്പാരങ്ങൾ മകൾ വഴിയായിരിക്കും വരിക. അവരുടെ ബാങ്ക് ലോക്കറും ഉള്ള സാധനങ്ങളും അതേപോലെ മൊബൈൽ ഫോണിലെ റെക്കോർഡുകളും ക്ലൗഡിലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം പുറത്തു വന്നാൽ നമ്മളൊക്കെ കേരളം മുഴുവൻ ഞെട്ടിപ്പോകുന്ന കാര്യമായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഈ സ്വപ്ന സുരേഷ് ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഈ പറഞ്ഞ പോലെ അതിലെ നിയമസാധ്യതകൾ കണ്ടറിഞ്ഞ്, അദ്ദേഹം അഭിഭാഷകൻ കൂടിയാണ്, നിയമസാധ്യതകൾ കണ്ടറിഞ്ഞ് അതിൽ എന്താണ് കേരളത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, അതുപോലെ രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറ്റത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് കേരളത്തിന് അപഖ്യാതി ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഫെമ നിയമ ലംഘന പ്രകാരം FCRA വഴി ആ ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പുതിയ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ വന്നപ്പോൾ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി VD സതീശൻ അത്തരം കാര്യങ്ങളിലെല്ലാം യുക്തമായൊരു തീരുമാനം, നീതിയുക്തമായൊരു തീരുമാനം കൈക്കൊള്ളും. അത് ഒരിക്കലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി ഉള്ളതായിരിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതിന് കാത്തിരിക്കാം.